ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബീഫ് മന്തി റെസിപ്പിയാണ് നോക്കുന്നത്. അതും കുക്കറിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഇതാ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു, പിന്നെ ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകവും 1/2 സ്പൂണ് വലിയ ജീരകവും, പിന്നെ ചെറിയ സവാളയാണെങ്കിൽ 2 എടുക്കാം, വലിയതാണെങ്കിൽ 1 മതി. അതും കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി നമുക്ക് ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു ചിക്കൻ മാഗി ക്യൂബ് 1 പീസാക്കി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് വലിയ കുരുമുളക്, അതായത് പൊടിക്കാത്ത കുരുമുളക് മണി അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മന്തി മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മുളക് പൊടീൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേ. തൈര് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, നിർബന്ധമില്ല കാര്യമല്ല. ഇനിയിപ്പോൾ ബീഫ് ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ പീസാക്കിയിട്ടല്ല മുറിച്ചെടുത്തത് ബീഫ്, ഒരു മീഡിയം സൈസിലാണ്. അപ്പോൾ അതൊക്കെ അവരവൻ്റെ ഇഷ്ടം പോലെ ആക്കാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ബിരിയാണി പീസ് പോലെയൊക്കെ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ വിസിലിട്ടിട്ട് 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ ബീഫ് ഇവിടെ നന്നായി വേവായിട്ടുണ്ട്. വെന്തങ്ങ് ഉടഞ്ഞു പോകണ്ട, കാരണം നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇനിയിപ്പോൾ ഈ മസാലയിൽ നിന്ന് ബീഫിൻ്റെ പീസ് മാത്രം ഒന്ന് എടുത്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫിൽ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മസാലയിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി തിളച്ച് വന്നാൽ കഴുകി വെച്ചിരിക്കുന്ന അരി കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വിസിൽ അടിച്ചിട്ട് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടുന്ന് വേവട്ടെ. അപ്പോഴേക്കും ഇതാ ബീഫ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് മുരിഞ്ഞു പോയാൽ കഴിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ മതി. ഇതാ നമ്മുടെ മന്തി കറക്റ്റ് വേവാണ്. അപ്പോൾ ഒറ്റ വിസിലും പിന്നെ ഒരു 2 മിനിറ്റ് അല്ലാതെയും വെച്ചാൽ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതാ നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇതിലിട്ടാൽ നമ്മുടെ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മന്തി കേട്ടോ. സിമ്പിളായിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ബൈ ബൈ.